മച്ചന്മാരെ ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ എടുത്ത രാവിലത്തെ കാർഡിയോ വർക്കൗട്ടിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോയിലേക്ക് പോകും. പ്രാന്തമച്ചാൻ്റെ കാർഡിയോ വർക്കൗട്ട് കണ്ടിട്ടുണ്ടോ? ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ആളാണ് കേട്ടോ. പുള്ളിയുടെ വർക്കൗട്ട് നോക്കിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. ഇയാൾ ഈ 6 പാക്കും വെച്ചിട്ട് എന്തിനാണാവോ ഇത്രയും കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നത്? കില്ലർ കാർഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വർക്കൗട്ട് കിട്ടും കേട്ടോ. അതിൽ അരമണിക്കൂർ ടൈം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നോക്കിയാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. സത്യം പറയാമല്ലോ, അത് നോക്കി ചെയ്താൽ നമ്മുടെ പരിപ്പിളകും. ഇപ്പോഴും നിങ്ങൾ കാണുന്ന ജിമ്മിലെ രോമാഞ്ച കഞ്ച് ഡൂപ്ലയുടെ വർക്കൗട്ടാണ് കേട്ടോ. ആ റെഡ് ടീഷർട്ട് ഇട്ട ആളാണ്. പുറകിലുള്ളത് പുള്ളിക്കാരൻ്റെ ശിഷ്യനും. രണ്ടുപേരും വർക്കൗട്ടിൻ്റെ ഇടയിൽ അലമ്പുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ വീഡിയോ ചിത്രീകരിച്ച എങ്ങനെയാണെന്ന്. അത് തന്നെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അതിലും വലിയ അലമ്പനാണ് ഞാൻ. കില്ലർ കാർഡിയോയുടെ ഇടയ്ക്ക് ഒരു 30 സെക്കൻഡ് ഇടയ്ക്ക് റെസ്റ്റ് കിട്ടും കേട്ടോ. ആ സമയത്തുള്ള സർവർച്ചിലാണ് ഇത്. വനിതാമുഖം പ്രമുഖ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സണാണ് കേട്ടോ. ഈ ടയറിൽ പിടിച്ചോണ്ട് മൗണ്ടൻ വോക്ക് നടത്തുന്ന പ്രമുഖനെ നിങ്ങൾക്കറിയാവോ? വെറും ഭീകരനല്ല, കൊടും ഭീകരനാണവൻ. അത് മറ്റാരുമല്ല, ഈ ശബ്ദത്തിനുടമയായ ഞാൻ തന്നെയാണ് കേട്ടോ. എൻ്റെ തല ഫുൾ ഫിഗർ, അതെന്നും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മോഡൽ ചെയ്ത കേട്ടോ. നമ്മുടെ ഡൂപ്ലയുടെ ശിഷ്യനാണിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാ കില്ലർ കാർഡിയോയുടെ ഇടയ്ക്കുള്ള മൗണ്ടൻ ക്ലൈംബിംഗ് ആണേ. വീഡിയോയിൽ പുള്ളിക്കാരൻ നിലത്ത് കൈകുത്തി പുഷപ്പ് എടുക്കുന്ന പോലെ എടുക്കുന്നത്. ഞങ്ങളുടെ ടയറിൽ ഈ രീതിയിൽ എളുപ്പത്തിന് ചെയ്യുന്നതേ ഉള്ളൂ. ഈ വർക്കൗട്ടുകളൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല പ്രാന്തമച്ചാൻ്റെ അരമണിക്കൂർ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യും. പിന്നെ ഈ അരമണിക്കൂർ കഴിഞ്ഞാലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അത് തന്നെ, ഒരു ഓലക്കീറും 2 വെള്ളത്തുണി എടുത്താൽ മതി. വർക്കൗട്ട് തുടങ്ങുമ്പോൾ 10-15 പേരുണ്ടെങ്കിലും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് 3-4 പേരേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും എസ്കേപ്പ് അടിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ പ്രാന്തമച്ചാൻ്റെ വർക്കൗട്ടിൽ കാർഡിയോയുടെ മേജർ വർക്കൗട്ടുകളെല്ലാം ഉണ്ടാകും കേട്ടോ. എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പുള്ളിയെ പ്രാന്തമച്ചാൻ എന്ന് വിളിക്കുന്ന മറ്റൊന്നുകൊണ്ടല്ല കേട്ടോ. ഇമാതിരി വർക്കൗട്ടും ചെയ്തിട്ട് പുള്ളി വളരെ കൂളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യം ചെയ്യുന്നയാളെ ഇവൻ പ്രാന്തനാടാ പ്രാന്തനെന്ന് നമ്മൾ നാടൻ ശൈലിയിൽ പറയാറില്ലേ? അത്രയും മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ജിമ്മിൽ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് നല്ല ഫൺ സ്റ്റൈലിൽ എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും മിസ് ചെയ്യും. ഇപ്പോൾ വീഡിയോ കാണുന്നത് നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന അനൂപിയേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ടേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്തൊന്ന് കൂടണേ. ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇടുക്കി ബഡ്ഡി എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.